ഇന്നത്തെ വീഡിയോ ഞങ്ങളിപ്പോൾ താമസിക്കുന്ന ഗുവാഹട്ടി വീടിൻ്റെ ഹോം ടൂറാണ്. സ്റ്റെപ്പൊക്കെ കയറി ഇങ്ങനെ നടന്നിങ്ങനെ വരുമ്പോൾ ഈ സൈഡിലായിട്ട് കുറച്ച് സ്ഥലമുണ്ട്. ആരുടെയും കണ്ണങ്ങനെ പെട്ടെന്ന് എത്തിപ്പെടാത്ത ആ ഒഴിഞ്ഞ കോണിലായിട്ട് നമ്മുടെ ചെരുപ്പുകളെല്ലാം അവിടെ സെറ്റ് ചെയ്ത് വെച്ച്, പിന്നെ നേരെ ഇങ്ങനെ നടന്നു വരുന്നത് നമ്മുടെ ഹാളിലോട്ട് നേരെ നടന്നു വരുമ്പോൾ നിലവിളക്ക് ഇങ്ങനെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. 5 തിരിയൊക്കെ ഇട്ട് ഗണപതിയൊക്കെ വെച്ച് നമ്മൾ നിലവിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട്. നിലവിളക്ക് കത്തിച്ചതിൻ്റെ സൈഡിലൊരു ടീപ്പോ ഇങ്ങനെ സെറ്റ് ചെയ്ത് നമ്മുടെ കയ്യിലുള്ള ബോക്സ് എല്ലാം നിരത്തി പിടിച്ച് ഇങ്ങനെ വെച്ച് നമ്മളൊരു സോഫ കൂട്ട് സെറ്റ് ചെയ്തിട്ട് സെൻറ്ററിലായിട്ട് ഒരു ഊണുമേശയും തയ്യാറാക്കി. പിന്നെ നമ്മുടെ കയ്യിലുള്ള ഫ്രെയിമൊക്കെ അങ്ങനെ വെച്ച് അന്നേരം മൊത്തത്തിൽ ഇതാണ്ട് ഇങ്ങനെ ഇരിക്കും ഇതിനെ കാണാൻ. ഇനി നമുക്ക് അടുക്കളയിലോട്ട് പോകാം. അടുക്കളയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒത്തിരി ചെറിയൊരു അടുക്കളയാണ്, എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ആദ്യമായിട്ട് ഇവിടെ വന്നപ്പം പാല് കാച്ചിയ ആ ഒരു വീഡിയോ ഇതിൻ്റെ കൂടെ ഇപ്പം പിന്നെ ഞാൻ കാണിച്ചത് കേട്ടോ. പിന്നെ ഈ ഗ്യാസ് അടുപ്പില്ലേ, ഇതിൻ്റെ കഥ പറയുവാണെങ്കിൽ 2010 വാങ്ങിച്ച 2010ഉം 2025ഉം കൂടെ ഒന്ന് കൂട്ടിക്കേ, ഇത്രയും വർഷം പഴക്കമുണ്ട് ഈ ഗ്യാസ് ചൂളയ്ക്ക്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഗ്യാസ് ചൂള, എനിക്ക് അത്രയും അങ്ങ് ഇഷ്ടമായി. ഇത്ര വർഷമായെങ്കിൽ ഞാനത് പൊന്നുപോലെ അത് സൂക്ഷിക്കുന്നത്. പിന്നെ ഇവിടെ നമ്മൾ പാത്രമൊക്കെ തേച്ച് കഴിയുന്ന വാഷ് ബേസ്, പിന്നെ ഈ സൈഡിലായിട്ട് ആ സ്വിച്ച് ബോർഡിൻ്റെ അടുത്തായിട്ട് മിക്സിയും പിന്നെ ചിരവയൊക്കെ അവിടെ ഇങ്ങനെ വെച്ച് അത്രയും അവിടെ അങ്ങനെ സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് താഴെ ഇരിക്കുന്ന ടിന്നിലൊക്കെ മുളകുപൊടി മല്ലിപ്പൊടി അങ്ങനെയൊക്കെയുള്ളത് ഇട്ട് വെച്ച്, പിന്നെ പാത്രം കഴുകി ഇവിടെ ഒരു ബാസ്ക്കറ്റ് വെച്ച്. അന്നേരം ഓർക്കും ഇത്രയേ ഉള്ളൂ പാത്രമെന്ന്. ഇത്രയല്ല, ഇനിയും പാത്രമുണ്ട്. അത് നമ്മൾ ബോക്സിൽ വെച്ചേക്കുക. നേരെ നമ്മൾ വരുമ്പോൾ ഒരു വലിയൊരു ബോക്സ് കണ്ടില്ലേ വെളിയിൽ, അതിൽ വെച്ചേക്കുക. നമുക്ക് ഈ അടുക്കളയിൽ സ്ഥലക്കുറവായതുകൊണ്ട് എല്ലാം കൂടെ എടുത്തിട്ടിട്ടില്ല. ഈ മല്ലിപ്പൊടിയല്ലേ, ഇവിടെ നമ്മൾ മുളകും വറ്റൽമുളകും പഞ്ചാര തേയില അതൊക്കെ നമ്മളിവിടെ വെച്ച്. ഈ എണ്ണക്കുപ്പിയൊക്കെ നമ്മൾ മീശോയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഞാൻ പറയുമ്പോൾ ചെറിയ ഒരു മിസ്റ്റേക്ക് വരുന്നത്, വീഡിയോ അങ്ങ് ഓടിപ്പോകും. അന്നേരം എനിക്ക് പറയുമ്പോൾ ചിലതിലൊക്കെ തെറ്റ് പറ്റുന്നുണ്ട്, നിങ്ങളങ്ങ് ക്ഷമിച്ചേക്കണേ. അന്നേരം വീഡിയോ എല്ലാവരും ഫുള്ളായിട്ടിരുന്ന് കാണണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അന്നേരം ഈ ഒരു കുഞ്ഞടുക്കളയിൽ ഇത്രയേ ഉള്ളൂ. എന്നാലും ഞാൻ ഒന്നുകൂടി ഒന്ന് കാണിക്കുമോ എല്ലാം സെറ്റ് ചെയ്തത്. ആ കുഞ്ഞു ടിന്നുകളൊക്കെ എണ്ണയുടെ കുപ്പി മീശോയിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ അതിൻ്റെ കൂടെ ഫ്രീ കിട്ടിയത്. അതിൻ്റെ അകത്ത് ഞാൻ ജീരകം, ഉലുവ അങ്ങനെയുള്ള സംഗതികളൊക്കെ ഇട്ട് വെച്ച്. ഇനി നമുക്ക് റൂമിലോട്ട് പോവാം. റൂമിലോട്ട് പോകുമ്പോൾ നേരെ അവിടെ ഒരു ബോക്സ് വെച്ച് അവിടെ മാതാവിൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഈ സൈഡിലായിട്ട് ആദിക്ക് പഠിക്കാനായിട്ടൊരു ടേബിളും ഒരു കസേരയും വെച്ചിട്ടുണ്ട്. നമ്മൾ കട്ടിൽ എല്ലാം ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു അലമാരിയും അതുമെല്ലാം വെച്ച് ജനലിൽ കൂടെ നല്ല കാറ്റൊക്കെ കിട്ടും, നല്ല ഒരു ഇതാണ്. അന്നേരം ഈ സൈഡിലായിട്ട് ഇങ്ങനെ ഒരു ഫ്രെയിം കാണുന്നില്ലേ, അത് അനുവേട്ടൻ എനിക്ക് വെഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് തന്നെയാണ്. അന്നേരം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ തരണം. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. ഈ റൂമിൻ്റെ ഫുള്ളൊരു വ്യൂ ഇതാണ് കാണുന്നത്. ഇനി ബാത്റൂമുണ്ട് ഈ സൈഡിലായിട്ട്, പക്ഷെ ബാത്റൂമിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. ആ സൈഡിലായിട്ട് ഒരു ബാത്റൂമും കൂടെ ഉണ്ട്.